എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിയറ്റ്നാം വീഡിയോ സീരീസിലെ 8ാമത്തെ വീഡിയോ ആണിത്. ഞങ്ങൾ വിയറ്റ്നാമിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടുള്ള ഹൊയാൻ എന്ന് പേരുള്ളൊരു സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഉച്ചയൊക്കെ ആയതോടുകൂടിയാണ് ഈ പരിസരത്തേക്ക് എത്തിയത്. എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള കൊട്ടവഞ്ചി കയറി ഒരു കറക്കം കറങ്ങി. അധികം താമസിക്കാണ്ട് തന്നെ ഞങ്ങളുടെ കാറ് ഹൊയാൻ സിറ്റിയിലേക്ക് കയറി. ഇപ്പം ഞങ്ങൾ ഹൊയാൻ്റെ മെയിൻ ടൂറിസ്റ്റ് ഏരിയയിലേക്കാണ് പോണത്. ഇവിടുത്തെ മിക്ക റോഡുകളിലും ടൂറിസ്റ്റുകളെയും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വിൽക്കണ സാധനങ്ങളുള്ള കടകളൊക്കെ കണ്ടുപിടിങ്ങിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് ഇന്ത്യൻ ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. ഞങ്ങളുടെ കാറിൻ്റെ ഡ്രൈവറാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൽ നടക്കുന്നത്. ഇന്ത്യൻ ഭക്ഷണം കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കടയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവർ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് നടക്കാണ്. 2-3 ദിവസമായിട്ട് മക്ഡൊണാൾഡ്സിൽ നിന്നും അതുപോലെ തന്നെ വിയറ്റ്നാം ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇതുപോലെയുള്ള കുറേയധികം സ്ട്രീറ്റുകളുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അറ്റം തുടങ്ങി നടന്നു കാണാനായിട്ടാണ് ഞങ്ങളുടെ പരിപാടി. ഡ്രൈവർ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണിച്ചു തന്നപ്പോഴേക്കും പുള്ളിക്കാരന് പോലീസിൻ്റെ ഒരു ഫോൺ വന്നു. ഞങ്ങൾ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നും മാറ്റിയിടണമെന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. പുള്ളി പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി മാറ്റിയിടാനായിട്ട് പോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സൈഡിൽ നിന്നുള്ള നടത്തം തുടങ്ങിയേക്കാണ്. ഇപ്പം സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുള്ളൂ. രാത്രി 8-8:30 ആകുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൊയാൻ എന്ന് പറഞ്ഞ ചരിത്ര നഗരം കണ്ടു തീർക്കാനായിട്ട് ആവശ്യത്തിൽ കൂടുതൽ സമയം ഞങ്ങൾക്ക് ഇന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ലാത്ത കാരണം ഹൊയാൻ പയ്യെ നടന്നു കാണാനായിട്ടാണ് ഞങ്ങളുടെ പരിപാടി. ടൂറിസ്റ്റുകൾക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന വണ്ടിയിൽ സിറ്റി ഒന്ന് കറങ്ങി വരാൻ പറ്റും. ഇപ്പം ഇവിടെ കണ്ട മിക്കവാറും ടൂറിസ്റ്റുകൾ നടന്ന് തന്നെയാണ് സിറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കടകളുമാണ് ഇവിടത്തേക്ക് കാഴ്ച. ഈ കടകളും പരിസരവും എല്ലാം നല്ല വൃത്തിയിലും നല്ല ഭംഗിയായിട്ടാണ് ഒരുക്കി വെച്ചേക്കുന്നത്. ഈ കാണുന്ന ലൈറ്റുകൾ ഹൊയാൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. രാത്രി ആവണതോടുകൂടി ഹൊയാൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ലൈറ്റുകൾ തെളിയിക്കും. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. അതും കൂടി കണ്ടിട്ട് തിരിച്ചു പോകണുള്ളൂ എന്ന് ഉറപ്പിച്ചതും കൊണ്ടാണ് ഞങ്ങൾ രാത്രി വൈകി തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചത്. ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിൻ്റെ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ എത്തണത്. ഇനി ഹൊയാൻ്റെ കുറച്ച് ചരിത്രം പറയാം. വിയറ്റ്നാമിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഡനാങ്ങും ഹൊയാനൊക്കെ സ്ഥിതി ചെയ്യണത്. സൗത്ത് ചൈന കടലിനോട് ചേർന്ന് കിടക്കുന്ന നഗരങ്ങളാണ് രണ്ടും. ഏകദേശം 1,20,000 ആളുകളുടെ അടുത്താണ് ഹൊയാനിലെ ജനസംഖ്യ. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ പണിത സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ ട്രേഡിംഗ് പോർട്ടുകളുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു നഗരം. 1999 തൊട്ട് ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഈ നഗരം ചരിത്രപരമായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടി യുനെസ്കോ കുറേയധികം പ്രൊജക്റ്റുകൾ ഫണ്ട് ചെയ്യുന്നുണ്ട്. വിയറ്റ്നാമീസും അതുപോലെ തന്നെ വിദേശികളുടെയും കൂടി ഒരു സ്വാധീനം കൂടിക്കലർന്നൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ് ഇവിടെ എല്ലായിടത്തും കാണുന്നത്.
പിന്നെ ഹൊയാൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സമാധാനപരമായിട്ടുള്ള മീറ്റിംഗ് സ്ഥലം എന്നാണ് കേട്ടോ. ഞങ്ങൾ കുറച്ചു നേരം കറങ്ങി ഒരു പുഴയുടെ സൈഡിലേക്ക് എത്തി. ഞങ്ങൾ ഉച്ചയ്ക്ക് കൊട്ടവഞ്ചിയിൽ കറങ്ങാൻ പോയ തുബോൺ നദിയാണിത്. ഇവിടുത്തെ പല സ്ട്രീറ്റുകളിലും കാറുകൾക്കൊന്നും എൻട്രി ഇല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് നടക്കാണ്ട് കറങ്ങണം എന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട മാതിരിയത്തെ ടൂറിസ്റ്റുകൾക്കുള്ള ചെറിയ വണ്ടികളോ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷയോ ആണ്. ഈ കാണുന്ന സൈക്കിൾ റിക്ഷയിലാണ് ഇവർ ഈ പരിസരമൊക്കെ കറങ്ങാൻ കൊണ്ടുപോണത്. ഗ്രൂപ്പ് ടൂറുകളായിട്ട് വന്ന കുറേയധികം ടൂറിസ്റ്റുകൾ ഈ സ്ട്രീറ്റുകളിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഇതുപോലെ കൊടിയും പിടിച്ചും കൊണ്ട് നടന്നു പോണ ഗൈഡുമാരെ ഇവിടെ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഏത് വഴി കൂടെ പോയാലും കുറേയധികം ഡ്രസ്സുകളുടെയും അതുപോലെ തന്നെ തയ്യൽ കടകളും കാണാം. 5ഉം 10ഒന്നും തയ്യൽ കടകളല്ലാട്ടോ ഇവിടെ ഉള്ളത്. ഏകദേശം 100 കണക്കിന് തയ്യൽ കടകൾ തന്നെയുണ്ട് ഇവിടെ. ഹൊയാനിൽ വന്ന മിക്ക ടൂറിസ്റ്റുകളുടെ മെയിൻ ഒരു പരിപാടിയാണ് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ഡ്രസ്സുകൾ വാങ്ങണത് അല്ലെങ്കിൽ തയ്പ്പിച്ചിടണത്. ഞങ്ങൾക്ക് എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ സമയമുള്ള കാരണം ഞങ്ങൾ ഇവിടെയുള്ള ഒരു കടയിൽ കയറി കുറച്ച് ഡ്രസ്സുകളും കൂടി വാങ്ങി. ഹൊയാനിൽ പോവാണെങ്കിൽ എന്തായാലും ഡ്രസ്സുകളും കൂടി വാങ്ങണമെന്ന് ഞങ്ങളുടെ അടുത്ത് രാവിലെ തന്നെ ഡ്രൈവറും പറഞ്ഞിരുന്നു. എല്ലാം ടൂറിസ്റ്റുകൾ ഉദ്ദേശിച്ചിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ ഇവിടെ. ഫാമിലി മൊത്തം ഒറ്റ പാറ്റേണുള്ള ഡ്രസ്സുകൾ ഇട്ട് കിടക്കുന്ന ടൂറിസ്റ്റുകളെ കുറേ അധികം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ഹൊയാനിൽ വന്നിട്ട് തയ്പ്പിച്ചിരുന്നതാണ്. തയ്യൽ കടകളിൽ തന്നെ ഇവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഇവിടുത്തെ കോട്ടുകൾക്കാണ്. ഞങ്ങൾ കുറച്ചു നേരം കൂടി കറങ്ങിയിട്ട് വീണ്ടും പുഴയുടെ അടുത്തേക്ക് ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് എത്തിയേക്കുന്നത്. ഈ കാണുന്ന പോലെയുള്ള വഞ്ചിയിൽ ഈ പുഴയിൽ കൂടെ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൗണ്ട് കറക്കുവാണ് ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്ന പരിപാടി. ഇപ്പം തന്നെ കുറേ അധികം ടൂറിസ്റ്റുകൾ ഇതിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വഞ്ചികളിലുള്ള ഈ ലൈറ്റൊക്കെ തെളിയിച്ചിട്ടായിരിക്കും ഇവരുടെ കറക്കം. അതൊരു വല്ലാത്ത ആംബിയൻസ് തന്നെ ആയിരിക്കും എന്ന് തോന്നണം. ഈ ഒരു പരിസരത്തേക്ക് എത്തിയതോടുകൂടി ടൂറിസ്റ്റുകൾ ഒഴുകണ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ പരിസരത്ത് നിന്നാണ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാൻഡ് ആൻഡ് ബോട്ടിന്റെ ടൂറുകൾ തുടങ്ങുന്നത്. പതിയെ പതിയെ പുഴയുടെ അപ്പുറത്തെ സൈഡിലേക്കായിട്ട് ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ വഞ്ചികളിലും ലൈറ്റ് ഇട്ട് തുടങ്ങിയേക്കണത് നമുക്ക് കാണാൻ പറ്റും. ഇരുട്ടായി തുടങ്ങുന്തോറും ഈ പരിസരത്തുള്ള തിരക്ക് കൂടിയാണ് വന്നത്. വിയറ്റ്നാമിൽ വന്നിട്ട് ഇത്രയധികം ടൂറിസ്റ്റുകളെ ഞാൻ ഒരുമിച്ച് കാണുന്നത് ഇവിടെയാണ്. ഞങ്ങൾ എന്തായാലും കുറച്ചുകൂടി ഒന്ന് രാത്രിയായിട്ടാണ് ഇതിൽ കയറണുള്ളൂ. ഇരുട്ടായതോടുകൂടി വഞ്ചിയിൽ കയറാനായിട്ട് ടൂറിസ്റ്റുകളുടെ വലിയ ലൈനായിട്ടുണ്ട്. ഏകദേശം 15-20 മിനിറ്റ് ക്യൂ നിന്നപ്പോഴേക്കും ഞങ്ങൾക്കും ബോട്ടിലേക്ക് കയറാനായിട്ടുള്ള ടിക്കറ്റ് കിട്ടി. ഈ പരിസരത്തു നിന്നാണ് ഇവിടെയുള്ള എല്ലാ ബോട്ട് ടൂറുകളും തുടങ്ങുന്നത്.
എല്ലാ ബോട്ടുകളും ടൂറിസ്റ്റുകൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൺ വേ സിസ്റ്റം കീപ്പ് ചെയ്തും കൊണ്ടാണ് പുഴയിൽ കൂടെ പോണത്. ഈ പാലത്തിൻ്റെ അപ്പുറം പോയിട്ട് ബോട്ടുകൾ ഒരു റൗണ്ട് കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചെത്തണത്. ഈ ബോട്ടുകളിൽ മാത്രമല്ലാട്ട ലൈറ്റ് ഉള്ളത്, ഈ പരിസരം കംപ്ലീറ്റ് നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തേക്കാണ്. ഈ ബോട്ടുകൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് പുഴയിൽ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ടൂറിസ്റ്റുകളെ ഇറക്കിയിട്ട് അടുത്ത സെറ്റ് ടൂറിസ്റ്റുകളായിട്ട് ഇവർ വീണ്ടും കറക്കം തുടങ്ങും. ലൈഫ് ജാക്കറ്റുകൾ ഇട്ടുകൊണ്ടാണ് മിക്കവാറും എല്ലാ ബോട്ടുകളിലും ടൂറിസ്റ്റുകളുള്ളത്. ഞങ്ങൾ നേരത്തെ നടന്നു വന്ന റോഡുകളാണ് കേട്ടോ കാണുന്നത്. അവിടെ എല്ലായിടത്തും രാത്രി ആയതോടുകൂടി ഫുൾ ലൈറ്റ് തെളിഞ്ഞ്. ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തായാലും വെറുതെ കുറച്ചു നേരമെങ്കിലും ആ റോട്ടിൽ കൂടെ ഒന്ന് നടക്കണം. ഒരു പുഴയും അതിനോട് ചേർന്ന പരിസരമൊക്കെ എത്ര നന്നായിട്ടാണ് ഇവർ ഉപയോഗിച്ചേക്കണതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ അധികം ആളുകളാണ് ഈ ഹോയാൻ എന്ന് പറഞ്ഞ സിറ്റിയിലെ ടൂറിസം വെച്ച് മാത്രം ജീവിക്കണത്. കുറേ ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് ലാൻഡേൺസ് വെള്ളത്തിൽ ഒഴുക്കണത് നമുക്ക് കാണാം. ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴും അവിടെ ബോട്ടിൽ കയറാനായിട്ട് വലിയ ലൈനാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. തിരിച്ചു പോണേനേക്കാളും മുമ്പ് എന്തായാലും ഈ സ്ട്രീറ്റുകളിൽ കൂടെ കുറച്ചു നേരം നടന്നിട്ടാണ് ബാക്കി കാര്യമുള്ളൂ. കാര്യമായിട്ടുള്ള അത്ഭുത കാഴ്ചകളൊന്നുമില്ലെങ്കിലും ഈ പരിസരത്തുള്ള ഒരു ആംബിയൻസ് ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ സമയമായിട്ടും ടൂറിസ്റ്റുകൾ ഇവിടെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. ഹോയാനിലെ പ്രസിദ്ധമായിട്ടുള്ള ജപ്പാനീസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ഇവിടെ റിനോവേഷൻ വർക്കുകൾ നടക്കണ കാരണം ബ്രിഡ്ജ് ഓപ്പൺ അല്ലാന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു നോട്ടെങ്കിലും നോക്കാണ്ട് പോണത് ശരിയല്ലല്ലോ. ബ്രിഡ്ജ് ഷീറ്റുകളൊക്കെ ഇട്ട് മറച്ചാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ പണിത ഒരു പാലമാണത്. ഞങ്ങൾക്ക് ഏകദേശം തിരിച്ചു പോകാനായിട്ടുള്ള സമയമായി. ഇനി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാറിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തണം. ഈ പരിസരത്തൊന്നും ഒരു ടൂറിസ്റ്റുകളെയും കാണുന്നില്ല കേട്ടാ.
മിക്കവാറും ടൂറിസ്റ്റുകളെല്ലാവരും ആ ബോട്ടിങ്ങിൻ്റെ പരിസരത്ത് തന്നെയായിട്ടുണ്ടാവും. ഞങ്ങൾ വിയറ്റ്നാമിൽ വന്നിട്ട് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസവും നിന്ന്. ശരിക്കും പറഞ്ഞാൽ ഹൊയാനിൽ വരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഇവിടെ താമസിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആകെ 2 ദിവസത്തേക്ക് വേണ്ടിയാണ് ഹൊയാനും ഡനാങ്ങും കറങ്ങാനായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൊയാനിൽ താമസിക്കാന്നുള്ളൊരു പരിപാടി നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ ആരെങ്കിലും വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഹൊയാനിൽ സ്റ്റേയും കൂടി പ്ലാൻ ചെയ്തിട്ട് വേണം കേട്ടോ വരാനായിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡനാങ്ങിൽ ചെന്നിട്ട് ഒരു കാഴ്ചയും കൂടി ഉള്ള കാരണം പെട്ടെന്ന് അവിടെ എത്താനായിട്ടുള്ള പരിപാടിയിലാണ് ഞങ്ങൾ.